സാധാരണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോകരാജ്യത്തെ നേതാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നടക്കുകയും അവരുടെ കൂടെ പ്രോട്ടോകോൾ ലംഘിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അവരെ സന്തോഷിപ്പിക്കുകയും അതിനുശേഷം നൈസായി നമുക്കൊരു വ്യാപാര കരാർ ഒപ്പിച്ചെടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ തന്ത്രമാണ്, അത് നമ്മുടെ കഴിവാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു പദ്ധതിക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെത്തിയിരുന്നു. യോഗിയുടെ പിറകെയായിരുന്നു മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിനുശേഷം $650 മില്യൺ കരാറാണ് മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയുമായി ഒപ്പിട്ടത്. ഇന്ത്യയുമായി ഇത്തരത്തിൽ കരാറുണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളും ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മൗറീഷ്യസിലും അത് സംഭവിക്കുമോ എന്നറിയില്ല. കാരണം അമേരിക്ക വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി യോഗിയോടൊപ്പം ചേർന്ന് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. നവീൻ ചന്ദ്ര റാം ഗുലാം എന്നാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ പേര്. കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോടൊപ്പം തന്നെ അയോധ്യയിൽ അദ്ദേഹം എത്തി എന്നുള്ളതാണ്. വിമാനത്താവളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലാണ് UP-യിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം രാംലല്ലയുടെ കൊട്ടാരത്തിലെത്തി പ്രാർത്ഥനകൾ നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ക്ഷേത്രത്തെ ഒരു കൊട്ടാരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്ററി മണ്ഡലമായിട്ടുള്ള കാശി സന്ദർശനത്തിന് ശേഷം മൗറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റാം ഗുലാം അയോധ്യയിലെത്തി. മഹർഷി വാൽമീകി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കൃഷിമന്ത്രി സൂര്യപ്രതാപ് ഷാഹിയും അദ്ദേഹത്തെ സ്വീകരിച്ചു. കുടുംബാംഗങ്ങൾ, മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പരമ്പരാഗത റെഡ് കാർപ്പറ്റ് ശൈലിയിൽ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങളത് കാണിക്കുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ നവീൻ ചന്ദ്ര റാം ഗുലാം അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് രാംലല്ലയുടെ കൊട്ടാരത്തിലെത്തി. അവിടെ അദ്ദേഹം ഭാര്യയോടൊപ്പം രാംലല്ലയുടെ ആരതി നടത്തുകയും ദർശനപൂജകൾ നടത്തുകയും ചെയ്തു. അപ്പോഴെല്ലാം യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ സമയത്ത് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര ഏകദേശം 45 മിനിറ്റാണ് രാമക്ഷേത്രത്തിൽ തങ്ങി ആ രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു ആത്മീയ അനുഭൂതിയിൽ ഏർപ്പെട്ടത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിനുശേഷം മഹർഷി വാൽമീകി വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം പോയി. മഹർഷി വാൽമീകി വിമാനത്താവളത്തിലേക്ക് യോഗി ആദിത്യനാഥിനോടൊപ്പമാണ് അദ്ദേഹം പോയത്. അതിനുശേഷം യോഗിയുമായി കളിച്ച് ചിരിച്ച് നിന്ന് യാത്രയയപ്പും നൽകിയ ശേഷമാണ് അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ യാത്രയയപ്പും നൽകിയ ശേഷമാണ് യോഗി ആദിത്യനാഥ് തിരിച്ചു വന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിനുശേഷം അയോധ്യ ധാമിലേക്ക് മടങ്ങി. അവിടെ ജഗദ്ഗുരു രാം ദിനേശ് ആചാര്യ ഹരിഗോപാൽ ധാമിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.